പറയട്ടെ. എന്റെ വാപ്പ റസൂലുള്ളാഹിന്റെ അമ്മ എപ്പോ എന്റെ കുടുംബത്തിലാണ്, പക്ഷെ എന്റെ അപ്പ അറിഞ്ഞ ടീമൊക്കെ നരകത്തിലാണ്. എന്റെ വാപ്പ റസൂലുള്ളാഹിന്റെ അമ്മ എപ്പോ എന്റെ കുടുംബത്തിലാണ്, പക്ഷെ എന്റെ അപ്പ അറിഞ്ഞ ടീമൊക്കെ നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയും അമ്മയും നരകത്തിലാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ടുവരാൻ മൗലവിമാരോ അവരെ പഠിപ്പിച്ചവരോ ആയ ആർക്കെങ്കിലും ഒരാൾ സാധ്യമാണോ? ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നരകത്തിന്റെ ലിസ്റ്റ് ഏത് ശിലാഹിലാ പ്രസിദ്ധീകരിച്ചതോ? നരകത്തിന്റെ ലിസ്റ്റ് ഏത് ശബാബിലാ പ്രസിദ്ധീകരിച്ചതോ? നരകത്തിൽ കിടക്കുന്നവരുടെ ലിസ്റ്റ് നിങ്ങളുടെ ഏത് മേഘത്തിലാ കിടന്നുള്ളത്? ഏത് മുജാഹിദ് സെന്ററിലാണ് അതിന്റെ പ്രശാസനം നടന്നത്? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവിടുന്ന് ഇസ്ലാമിലെല്ലാം നരകത്തിലാണെന്നും പറഞ്ഞാൽ അവരോട് സംസാരിക്കേണ്ട ആവശ്യം തന്നെ യഥാർത്ഥത്തിലില്ല. മാതാപിതാക്കളോട് ഗുണം കാണിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മുത്തുമേനി അവിടുത്തെ മാതാവിനെ അലോസരപ്പെടുത്താൻ ആരാണ് ആദർശം കൊണ്ടുവരുന്നത്? ഒന്നുകൂടി ആലോചിക്കുക. അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമേതാണ്? നിബിധങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം. എന്നാൽ അല്ലോ പൊന്നുപോയി ചരിത്രത്തിന്റെ മഹതിയാമിന അവിടുത്തെ പള്ളയിൽ വെച്ചല്ലേ ആ കൈകാലുകളും ആ മസൂലുകളും ആ അവയവങ്ങളും രൂപപ്പെട്ടത്. ആ രൂപപ്പെടാൻ വേണ്ടി ഗർഭപാത്രമായി സ്വീകരിച്ച അവിടുത്തെ ആദരണീയ മേനി നരകത്തിലാണെന്ന് വാദിക്കാൻ ഇവയാരാണ് പഠിപ്പിച്ചത്? അവിടുന്ന് ആമിന എന്ന പേരിൽ പിറന്ന ചരിത്രത്തിൽ കടന്നുവന്ന മഹതി വല്ലാഹി അമീന അല്ല നീവിന് ജന്മം നൽകിയ അവിടുന്ന് നരകത്തിലാണെന്ന് വിശ്വസിക്കാൻ മുസ്ലിം ലോകത്തിന് കഴിയില്ല സഹോദര, കഴിയില്ല. എന്തിനേറെ പറയണം? സാധാരണഗതിയിൽ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഒരാൾ കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോ എന്റെ പിതാവ് ഇസ്ലാമിലേക്ക് വന്നതാണ്, എന്റെ പിതാവിന്റെ പിതാവ് മുതൽ അങ്ങോട്ടുള്ള പരമ്പര മുസ്ലിങ്ങളല്ലായിരുന്നു എന്ന് വന്നാൽ, ഞാൻ കെട്ടുബന്ധത്തിന് ആലോചിക്കുന്ന പെണ്ണിന്റെ 5 പിതാക്കന്മാർ വരെ മുസ്ലിങ്ങളായിരുന്നു എന്ന് വന്നാൽ യോജിപ്പിന്റെ ഇടയിൽ താളവ്യത്യാസമുണ്ടെന്ന് കർമ്മശാസ്ത്രപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്റെ പിതാവ് മുഅ്മിനായിരുന്നു, മുസ്ലിമായിരുന്നു, റഹിമഹുല്ലാഹ്. അല്ലാഹു തആല അവരെ പുറത്തു കൊടുക്കട്ടെ. അതിന്റെ പിതാക്കന്മാരും എന്റെ അറിവോളമുള്ളവർ മുഴുവനും മുസ്ലിങ്ങളായിരുന്നു, അവിടുന്ന് പണ്ഡിതന്മാരായിരുന്നു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത നേരെയുള്ള പിതാവ് പോലും വിശ്വാസിയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ മഹത്വമാ വിഷയത്തിൽ വരും. തർക്കം കൊണ്ടപ്പോ ലോകത്തോട് സംവാദം നടത്താൻ ലോകത്തോടുള്ളവരോട് നടത്തേണ്ട ആവശ്യം വരില്ല. എന്ത് വാസുകളും തർക്ക വിതർക്കമഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഓ നബിയേ, അവിടുത്തെ നമ്മൾ പാരമ്പര്യമായി കൊണ്ടുവരുന്നത് അവിടുത്തെ പിതാക്കന്മാരും അല്ലാഹുവിനെ സുജൂദ് ചെയ്ത് മഹത്വക്കളായിരുന്നു. മഹാന്മാർ ഖുർആനിന്റെ വ്യാഖ്യാനം നൽകിയത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന ഖിയാറുൻ മിൻ ഖിയാരിൻ മിൻ ഖിയാർ, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉന്നതരിൽ നിന്നുള്ള ഉന്നതരാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ഭൂമിയെ കുറിച്ച് മുജാഹിദുകൾ വിശ്വസിക്കുന്നു. അവിടുത്തെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയാൻ എവിഡൻസാണ് പ്രിയപ്പെട്ടവരെ അവരുടെ പക്കലുള്ളത്. ഒരായത്തും അവരുടെ പക്കലില്ല, ഒരു ഹദീസും അവർക്കില്ല. ലോകത്തുള്ള ഉറപ്രമാണങ്ങൾ കൊണ്ടും അവർ നരകത്തിലാണെന്ന് സ്ഥിരപ്പെടുത്താനോ പ്രമാണ വിദഗ്ധമായി സംസാരിക്കാനോ ഒറ്റ മുജാഹിദിന്റെ മുഴുവനാർക്കും സാധ്യമല്ല.